ടാറ്റാ. ഞാൻ എന്തിനാണ് പിന്നെ ഞം കഴിക്കാൻ പോവാൻ. താഴെ താഴെ Tripurithara terminal is going to enter the platform number 2. Please stand behind the yellow line. ഓ പൈസ അങ്ങനൊരു സമയം എത്രയായി സപ്ന? ഓ ആ ഓക്കെ താങ്ക് യു. 2:10 ആയപ്പോഴത്തേക്കും നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ കട്ട വെയില്. ട്രെയിൻ 2 മണിക്കൂർ ഡിലേ. 12:30 വരേണ്ട ട്രെയിനായിരുന്നു. 2 മണിക്കാണ് വന്നേക്കണേ. 2 മണിക്കൂർ ഡിലേ. എത്തി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പ്ലാറ്റ്ഫോം നമ്പർ 3 പോകണം. ഭാഗ്യമുണ്ട്, നടക്കണ്ട. അങ്ങാടും കറക്റ്റ് ഇവിടെ കൊണ്ട് ട്രെയിൻ നിർത്തും. നമ്മ അതിനകത്തൊരു ചാടിക്കയറും. ഓ അങ്ങനെ 2-3 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്നവൻ. അങ്ങനെ 2.5 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ട്രെയിൻ വന്ന് അതിൽ ട്രെയിൻ 12:30 വേണ്ടതായിരുന്നു. ഇത് വന്നത് എപ്പോഴാണെന്ന് അറിയോ? 3 മണിക്ക്. ഇനി ഇവിടെ 5 മിനിറ്റ് പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് വേണം ട്രെയിൻ എടുക്കാൻ. അപ്പോൾ ട്രെയിൻ എടുത്തിട്ട് വേണം. ഓക്കെ ചേച്ചി നോക്കട്ടെ. അല്ലേ ജി, ഈ കട്ടിലേ നമ്മളെങ്ങനെ കിടക്കും? ഇവരിക്കുമല്ലേ ഈ അരയന്നത്തിന് എന്തോ ചെയ്യും? ഇതൊച്ച അരയന്നുള്ളൂ. സിംഗിളാണോടാ? സിംഗിളാണോ നീ? ഗൈസ് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ഓരോരുത്തർ ഔട്ട്ഫിറ്റ് കാണിക്കൂ. ലിനു ചേച്ചി ആണ്. നീക്ക് എന്തെങ്കിലും പറ. ഒന്നും പറയാനില്ല ഗൈസ്, വർക്കലയിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 2 അല്ല സോറി ചെസ്റ്റ് നമ്പർ 2 കുറച്ച് ബാക്കോട്ട് ഇറക്കും. ചെസ്റ്റ് നമ്പർ 3 ഇനി ചെസ്റ്റ് നമ്പർ 4 വന്നെങ്കിൽ വെയിറ്റ്. ഹായ് ഗൈസ്, ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് റെഡിയായി. എല്ലാവരെയും കാണിച്ചു തരാം. ഇനി നമുക്ക് എവിടെ പോവാം? അല്ല ഇപ്പൊ നമ്മൾ വർക്കലയിലല്ലേ. നമ്മ എവിടെ പോണേ? ബീച്ചിൽ പോവാം. നമ്മൾ ബീച്ചിൽ പോവാം. നമുക്ക് ക്ലിഫിലോട്ട് പോവാം. ബൈ. ക്ലിഫിൽ ചെന്നിട്ട് കാണാം. നല്ല ഒരു നീലമയമല്ലേ? നീല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. ഈ 18-ാം പടി മൊത്തം ഇറങ്ങിയിട്ട് വേണം നമുക്ക് താഴത്ത് പോവാൻ. ഒരവസ്ഥ നോക്കണേ. നമുക്ക് 2 ഫ്ലോർ എന്തോ ഉണ്ട് മുമ്പിലോട്ട്. മൊത്തം നടക്കാനാണല്ലോ നമ്മൾ വന്നത്.
അങ്ങോട്ട് കയറിയപ്പോൾ അത്രയും ഇവിടെ ഫുള്ള് ഇങ്ങനെ ഇതുപോലത്തെ കുറേ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. നല്ല നല്ല അടിപൊളിയായിട്ട് മ്യൂറൽ ആർട്സ് കുറേ വരച്ച് വെച്ചിട്ടുണ്ട്. സോ നൈസ്. എന്നെ കുരിശി തറച്ചൊരു ഫോട്ടോ എടുത്ത് കുരിശി തറച്ച ഫോട്ടോ. നമ്മളിപ്പോൾ എന്താ ബ്ലാക്ക് ബീച്ച് റിസോർട്ടിലാണുള്ളത്. അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ക്ലിഫും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ വാ നടന്നോ, വാ എല്ലാവരും വാ. ഞങ്ങൾ നടന്നാ വരുന്നേ. ദാണ്ടേ ബ്ലാക്ക് ബീച്ച് വർക്കല. സോ നൗ വി ആർ അറ്റ് ബ്ലാക്ക് ബീച്ച് റിസോർട്ട് വർക്കല. യാ ഇതാണ് അവരുടെ കഫറ്റേരിയ, കഫേ, ഫുഡൊക്കെ കഴിക്കുന്ന ഏരിയ. ഫുഡ് എത്ര മണി വരെ ഉണ്ടെന്ന് ചോദിക്കണ്ടേ? എത്ര മണി വരെ ഓപ്പൺ ആണെന്ന് ചോദിക്കണ്ടേ? അത് ഇവരല്ലേ? ഓ കടലൊരു പ്രത്യേക വൈബ് കടലല്ലേ? നടുക്കണ്ടോ? നടുക്ക് അവിടെ കണ്ട. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സർക്കിള് ഫോം ചെയ്യണണ്ട. ഇത് കുങ്കുമത്തിന്റെ ചെപ്പല്ലേ? തുറന്നിടാ. അത് എംപ്റ്റി ബോക്സ്. ഇങ്ങനത്തെ കുറേ നല്ല രസമുള്ള പടങ്ങളുണ്ടല്ലേ. ഒരു പൂച്ചയെ കണ്ടോ? ആ സൗണ്ട് വരുമ്പോഴേ നോക്കിയോ, കണ്ട മെഡിറ്റേഷൻ സമയത്ത് ഇങ്ങനെ യോഗ ചെയ്യുമ്പോൾ അതെ ഇതാണ്. അത് മറ്റേ ഇങ്ങനെ കറക്കിയിട്ട് മെഡിറ്റേഷൻ്റെ അല്ലേ ഇത്? ഇതിന് ഇങ്ങനെ സൗണ്ട് വരില്ല. കണ്ട ഓരോ ഇതിലും ഓരോ സൗണ്ടാണോ? ഇത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീൽ കിട്ടും. പുതിയ അറിവാ. താങ്ക്സ്. പിന്നെ ഒരു കുഴിയുള്ള പാത്രത്തില് കുഴിയുള്ള പാത്രത്തിന്റെ ഇങ്ങനെ റൗണ്ട് വെച്ചിട്ട് ഇങ്ങനെ ടക്ക് അടിക്കാം. ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കണേ. കൊള്ളാല്ലേ? ഇതെല്ലാം ഇങ്ങനെ ഫുൾ ഹാൻഡ് വർക്കാ. ഇത് മാത്രല്ല കേട്ടോ, കൊറേ ഉണ്ട്. ഇത് സിൽവർ ആയിരിക്കും. ഇതിന്റെ കയ്യിലുള്ള പോലത്തെ റിംഗ് അല്ലേ? വെറൈറ്റി ആയിട്ടൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടാം. അല്ലത് ഇത് ഉണ്ടോ? ലീഫ് സിൽവർ ആയിരിക്കും, വില ഉണ്ടാവും. നൈസ്. അത് കൊള്ളാം. ഇതൊക്കെ കണ്ട ഏതാ? ഇത് മറ്റേ ചെറിയടയിൽ ഇങ്ങനത്തെ റിങ്ങില്ലേ? അത് ഡയമണ്ട് അല്ലേ അവളുടെ? അല്ല അല്ലേ, സിൽവർ. വെറുതെ ഷോക്കേസ് ചെയ്ത് തൂക്കിയിടായിരിക്കും. വാ വാ. ഇക്കയുടെ കയ്യിലുണ്ടായില്ലേ ഈ വിളയുടെ കൂന്തലിന്റെ വലുപ്പം വലിയ ക്രാബൊക്കെ. മുട്ട. കുറേ വെറൈറ്റി ഫിഷ് ഉണ്ട്. മറ്റേ സാധനം ഒക്ടോപ്പസ്. എവിടെ? അത് അവിടെ നിന്ന് കേറിട്ട് എടുക്ക്. ഇത് ഈരാളി നോക്കിക്ക്. ഇതല്ല കൂന്തലിന് വലുപ്പം കണ്ട? വലുതല്ലേ? നല്ല വില ഉണ്ടാവും. എൻ്റെ കൈയിൻ്റെ 2 എണ്ണം വരും, 2 കൈ വരും. പിന്നെ മറ്റേ സാധനം ക്രേഫിഷാ? അല്ല, ക്രാബ് പ്രോൺ അങ്ങനെ എന്തോ അല്ലേ? ഇത് ഒക്ടോപ്പസ്. കൊഞ്ചിന്റെ സൈസൊക്കെ കുഞ്ഞാമല്ലേ?
ഒരു ചെറിയ കല്ലിലാണ്. അതൊക്കെ അയാൾ പുറത്തോട്ട് ഇറങ്ങാൻ നിന്നിട്ടുണ്ട്. കുറേ ഡ്രസ്സുണ്ട്. ഇതെന്റെ കയ്യിലുണ്ട്. ഈ സാധനം, ഈ സ്കേർട്ട് അല്ലടാ ഇത്, ശരിക്കും ഇതാ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇവിടെ ആന എല്ലാം. ഇത് ഇങ്ങനെ അകത്തകത്തകത്തകത്ത് വെക്കൂലേ? ഇയറിങ്സ് ഒക്കെ. എന്താണെന്നറിയില്ല, എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ഇത് നോക്ക്, എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ഈ ഒരു സാധനം കണ്ടപ്പോൾ ഇല്ലേ, എനിക്ക് ഹരിത ചേച്ചിനെ ഓർമ്മ വന്ന്. ഹരിത ചേച്ചി, യു ആർ ദെയർ. എനിക്ക് പണി കണ്ടപ്പോൾ ഓർമ്മ വന്നു. ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ പണി ഓർമ്മ വന്നു എനിക്ക്. അടോണോ, ആ നടരാജ വിഗ്രഹം എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. വേറെ ഉണ്ടോ നോക്കാം, ചെറുതുണ്ടോ നോക്കാം. വന്നേ, ഇവിടെ ഇങ്ങനത്തെ കുറേ എസ്തെറ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലേ. ഓക്കെ, പേഴ്സ്, കുറേ ഇങ്ങനത്തെ. ഇത് കണ്ടോ, ഇത് നമ്മുടെ മറ്റേ സാധനം. എന്ത് സാധനം? എടാ ഇത് നമ്മളുടെ ഇതില്ലേ പഞ്ചേന്ദ്രിയങ്ങൾ. അത് തന്നെ, ചക്രാസ്. അത് തന്നെ, ചക്രം. നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമാണല്ലേ. യോഗ ചെയ്യണുണ്ടല്ലോ. ഓ, യു ആർ എ യോഗി. വാ, കുറച്ച്, എപ്പോഴും ഇല്ല, ഇടക്കിടക്കൊക്കെ ചെയ്യും. അതിനെ കൊണ്ട് വന്ന അലാവുദ്ദീന്റെ പച്ചവിളക്ക്, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്. ചെറുതുണ്ട് വലുതുണ്ട്. അത് മറ്റേതാണ്, അത് മറ്റേ പട തുറക്കണതല്ലേ? അല്ല, അത് ഗുഹ തുറക്കണ ഗുഹ. എല്ലാത്തിനും ഒരു എസ്തെറ്റിക് വൈബ് ഉണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് കണ്ട താല്പര്യം ഉണ്ടാവുള്ളൂ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. മീൻസ് എനിക്കിങ്ങനെ കാറിൽ ഓരോ സാധനങ്ങൾ വെക്കാനും. അത് പക്ഷെ വലിയ സമ്മതിക്കില്ല. കോല എന്താ ഇത്? മാഗ്നറ്റാണ്. ഫ്രിഡ്ജിലേക്ക് വെക്കണായിരിക്കും. മണ്ഡല ആർട്ട്. ദൈവമേ, ഞാനീ പറയണതൊക്കെ മണ്ടത്തരമാണെങ്കിൽ ആൾക്കാരെന്നെ പിടിച്ചിടിക്കും. ഇത് കുറേ ഉണ്ട് വീട്ടില്. ഇത് വേണ്ട, ഇതൊക്കെ ഇങ്ങോട്ടോ. ഇതുണ്ടോ, കുഞ്ഞാമ, കണ്ണട വെച്ച ആമ. ഷെല്ലിലുണ്ടാക്കിയേക്കണേ. ഇങ്ങനത്തെ കുറേ സാധനം ഉണ്ട്. തേടൈ, ഇത് വർക്കലുണ്ട്. കുറേ സാധനങ്ങളുണ്ട്. അടുത്താണ് കേട്ടോ. എല്ലാ കടയും ഇങ്ങനെ തെണ്ടി നിരങ്ങി നടക്കാം. ഇങ്ങനെ ഓരോ കടയും തെണ്ടി ഒന്നും മേടിക്കാണ്ട് ഇങ്ങനെ നടക്കും. എല്ലാ കടയിലും കയറി കഴിയുമ്പോൾ പറയും തിരിച്ചൊരു മേടിക്കാം. പിന്നെ എല്ലാ കടയിലും സെയിം തന്നെ. ഐസ്ക്രീം വേണ്ടേ? അവർ പോയല്ല. വേണ്ടേ ഗൈസ്, അങ്ങനെ കാണാണ്ട് പോയ നാഗവല്ലിയുടെ ചിലങ്ക. 150 വർഷം പഴക്കമുള്ള സാധനമാണെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടാൽ പുത്തൻ പോലെ സൗണ്ട് കുറവാ. ഇതാണ് നാഗവല്ലിയുടെ ചിലങ്ക. അങ്ങനെയല്ലടി. തിരുതിരി ദേവി വഴികാട്ട്. ഓക്കെ, ചൽ. കുറേ ബാഗ്,
ബാഗ്സ് കുറേ ഉണ്ട്. ഡ്രസ്സ് വെറൈറ്റി കുറേ ഡ്രസ്സ് സെറ്റപ്പാണ്. ഇവിടെ അരുണുണ്ടല്ലോ. കുറേ കണ്ടോ, ഇതൊക്കെ ഒരു ഏസ്തറ്റിക് കടയാണ്. ഏസ്തറ്റിക് കട. ചായ കുടിക്കാണ്. ഹേ ഗായ്സ്, ഓയ് 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 ലേഡി. അതെ, നമുക്ക് എന്തെങ്കിലും കുടിക്കാന്നേ. രണ്ടു പേർ ഓടിക്കോ? ഞാൻ അടിപൊളിയാ. ചെയ്യാങ്കിലാണ് ഇതാണല്ലോ. നന്നായി കലക്കി ഒരു ഗ്ലാസ് കൂടെ എടുക്കട്ടെ. കേറ് ചേച്ചി, അഡ്വഞ്ചർ. ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് എടുക്ക്. അപ്പോട്ടെ. എടാ ഇത് ഇങ്ങനെയൊന്നല്ലടാ. മുള്ളോട്ടൊക്കെ ഹാപ്പി ബർത്ത്ഡേ. ഇപ്പൊ പെറ്റിട്ടുള്ളൂ. ഇപ്പഴാടി ഓണായത്. എടി ആട്ടല്ലേടി തലറങ്ങും. അടുത്തതായി യോധയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് സഫ്ന. സിമ്പിൾ. ഇതൊക്കെ എന്ത് അഭ്യാസ പ്രകടനങ്ങളിലും മുനി. അടുത്തതായി ഞങ്ങൾ ഇറക്കാൻ പോകുന്ന ഐറ്റം മുനി. സിമ്പിൾ പഴം. അങ്ങനെ അവസാനം ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ബാഗെല്ലാം മൂരിക്കൊണ്ട് അതാ അവൾ കടന്നു വരികയാണ്. നെല്ലിനായത് അങ്ങനെ എന്റെ താഴെ പോയാൽ കുണ്ടി കുത്തും. ആട് ആട്ടിക്ക്. ഈ വണ്ടിയുടെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യൂ. കേറാൻ ഇത്ര പാടുണ്ടായിരുന്നില്ല അത്. ഹേ ഗൈസ്, അപ്പോ ഇന്നലെ ചേച്ചിന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലാണ്. നമുക്ക് നൈസായിട്ട് വിളിച്ച് എണീപ്പിച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാം. ആ കിടന്നുറങ്ങുന്നത് കണ്ടോ? ആ സ്നോ പാർക്കാണ് ചേച്ചി. ഞാൻ ബാക്ക് ക്യാമറ എടുക്കണോടാ ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ. കേക്ക് മുറിക്കാനൊന്നും നിവർത്തില്ല. തൽക്കാലം റെഡ് ബുൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പഴം മുറിച്ചാൽ മറ്റേ പക്കവട കട്ടിയതല്ലോ.